ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഘടന പരിശോധിച്ചാൽ മതന്യൂനപക്ഷങ്ങൾക്ക് മേൽക്കൈയുള്ളതായി കാണാം. ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രാതിനിധ്യം മതിയാവണ്ണം മന്ത്രിസഭയിൽ ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ഭരണത്തിലും ആവർത്തിക്കുമെന്ന ആശങ്ക കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല മന്ത്രിയാകണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള AICC ഭാരവാഹികൾ രമേശിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മന്ത്രിസഭയിൽ I വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെങ്കിൽ ഭരണത്തിൽ നിസ്സഹകരണമുണ്ടാകുമെന്ന ഉത്കണ്ഠയും ഹൈക്കമാൻഡിനെ അലട്ടുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും രമേശ് പിന്മാറിയതോടെയാണ് അദ്ദേഹത്തിന് പ്രമുഖമായൊരു മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യമുയർന്നത്. എന്നാൽ ഇക്കാര്യം സജീവ ചർച്ചാ വിഷയമാകുന്നതിന് മുമ്പ് തന്നെ രമേശ് തള്ളിക്കളഞ്ഞു. രമേശിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരമന്ത്രി പദവും വാഗ്ദാനം ചെയ്തതായി സൂചനയുണ്ട്. എന്നാൽ നിലപാടിൽ മാറ്റമില്ലെന്ന് രമേശ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് തന്റെ പ്രധാന ദൗത്യമെന്ന് രമേശ് ആവർത്തിച്ചു പറയുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല, താങ്കൾക്കൊരു മന്ത്രിയെങ്കിലും ആയിക്കൂടായിരുന്നു? ഒരു ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി? ഞാൻ ഈ ഗവൺമെന്റിൽ ഒരു സ്ഥാനവും ഏറ്റെടുക്കേണ്ട എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു. കാരണം ഞാൻ മന്ത്രിസഭയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇന്ന് അനിവാര്യം പാർട്ടി രംഗത്ത് നിൽക്കുകയാണ്. അപ്പം ചോദിക്കുക, എന്തുകൊണ്ട് അസംബ്ലിയിലേക്ക് മത്സരിച്ചു എന്ന്? അസംബ്ലിയിലേക്ക് മത്സരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് എൻ്റെ മത്സരം ഒരു അനിവാര്യമാണ് എന്നുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേസമയം രമേശിനെ മന്ത്രിയാക്കണമെന്ന് മുറവിളി കൂട്ടുന്നവർക്ക് സതുദ്ദേശ്യമല്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നവരാണ് ഇതിനായി ചരടുവലി നടത്തുന്നത്. രമേശിനെ മന്ത്രിയാക്കി ഒതുക്കിയാൽ KPCC കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന വ്യാമോഹവും ചിലർക്കുണ്ട്. അനിൽ നമ്പ്യാർ, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം. ധവളപത്രം ഇറക്കുമെന്ന ധനമന്ത്രിയുടെ പ്രസ്താവന